നമസ്കാരം. ധനുഷ് ഫിസിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 03/2026 ആണ്. ഈ വർഷം നടന്ന ഡിഗ്രി എക്സാമുകളിൽ ആദ്യത്തേതാണ്. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനും മറ്റ് തുടർന്ന് വരുന്ന എക്സാമുകൾക്കൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, റെഫർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ കുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ കുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, കേരള സമാചാരം. നെക്സ്റ്റ് വൺ, 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ്. അദ്ദേഹം വ്യാപാരാർത്ഥം കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരനാണ്. വ്യാപാരാർത്ഥമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കൾസൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ആൻസർ ML ദിഗ്ര. ML ദിഗ്ര. നെക്സ്റ്റ് വൺ, 1688 മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ആൻസർ ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമനായിരുന്നു 1688 മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? ആൻസർ തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ ആണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. തോമസ് ജെഫേഴ്സൺ ആണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ആൻസർ സീൻ നദി. സീൻ നദി. അടുത്ത ക്വസ്റ്റ്യൻ, സിക്കൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് റിയാക്ടറിന്റെ ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ആൻസർ റേഡിയോ മെട്രിക് റെസൊല്യൂഷൻ. റേഡിയോ മെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സെൻസറാണ് സംവേദനക്ഷമത കാണിക്കുന്നത്. റേഡിയോ മെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സെൻസറാണ് റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത കാണിക്കുന്നത്. മധ്യ ഉയര മേഘങ്ങൾക്ക് 2-8 കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, ആൾട്ടോസ്റ്റാറ്റും ആൾട്ടോ ക്യുമുലസും. മധ്യ ഉയര മേഘങ്ങൾക്ക് ശരി ഏതാണ്? ആൾട്ടോസ്റ്റാറ്റും ആൾട്ടോ ക്യുമുലസും. ആൾട്ടോ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ. ആൾട്രോസ്റ്റാറ്റസും ആൾട്ടോ ക്യുമുലസുമാണ് മധ്യ ഉയര മേഘങ്ങൾക്ക് ശരിയായ ജോഡികൾ. 2-8 കിലോമീറ്റർ ആണ് ആൾട്രോസ്റ്റാറ്റസും ആൾട്ടോ ക്യുമുലസും കാണാൻ കഴിയുന്നത്. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മധ്യ ഹിമാലയങ്ങൾ. ധോലാധാർ ശ്രേണി മധ്യ ഹിമാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഗണ്ഡക് നദി പദ്ധതി സംയുക്തം നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഗണ്ഡക് നദി പദ്ധതി സംയുക്തം നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനങ്ങളാണ്? ഏത് സംസ്ഥാനങ്ങളാണ്? ബീഹാർ, ഉത്തർപ്രദേശ്. ബീഹാർ, ഉത്തർപ്രദേശ് ആണ് ഗണ്ഡക് നദി പദ്ധതി നടപ്പിലാക്കുന്നത്. ബീഹാർ, ഉത്തർപ്രദേശ് ആണ് ഗണ്ഡക് നദി പദ്ധതി നടപ്പിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസാ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചിട്ടുള്ളത്? മേസാ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തത് ഏത് ജില്ലകളിലാണ്? ഏത് ജില്ലകളിലാണ്? കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മേസാ ഭൂരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മേസാ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചിട്ടുള്ളത്. അടുത്തത്, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ബഞ്ചാര വിരാസത് മ്യൂസിയം. മഹാരാഷ്ട്രയിലാണ് ബഞ്ചാര വിരാസത് മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഇത് ഒന്നുമല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ നമുക്ക് ഹാരോൾഡ് ഡോമർ മോഡലിനെയാണ് ഓർമ്മ വരിക. ഹാരോൾഡ് ഡോമർ മോഡലിനെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്ക് ഓർമ്മ വരിക. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി, ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ₹1 നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ആൻസർ ഓപ്ഷൻ എ, ധനകാര്യ സെക്രട്ടറി GOI. ധനകാര്യ സെക്രട്ടറി GOI. സർവോദയ പദ്ധതിയുടെ വക്താവ്. സർവോദയ പദ്ധതിയുടെ വക്താവ് ഇവയൊന്നും അല്ല. സർവോദയ പദ്ധതിയുടെ വക്താവ് ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ആൻസർ. സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചോളം താഴെ പറഞ്ഞാൽ ഏതാണ് ശരി? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഏതാണ് ശരി? ആൻസർ, ഇത് മൂന്നും ശരിയാണ്. ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു. 1929 സ്ഥാപിതമായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് 1929 സ്ഥാപിതമായി. മുൻപ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെട്ടു. ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, NBFC എന്നാൽ എന്താണ്? NBFC എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്മിറ്റി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്മിറ്റിയാണ് NBFC. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, 42ാം ഭരണഘടനാ ഭേദഗതി. 42ാമത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നതിലൂടെ നൽകുന്നു. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസം ആക്കാനുമുള്ള സ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19(1)(e). ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 19(1)(e) ആണ് ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 19(1)(e). അവശിഷ്ടാധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ടാധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആരുടെ കൈകളിലാണ്? ആൻസർ ഇവിടെ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ കൈകളിലാണ് അവശിഷ്ടാധികാരങ്ങൾ ഉള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. ആൻസർ ഓപ്ഷൻ ബി, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചു. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറഞ്ഞ ശുപാർശകൾ പരിഗണിക്കുക.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ് അശോക് മെഹ്ത കമ്മിറ്റിയുടെ ശുപാർശകൾ വരുന്നതാണ്. 1, 2, 3, 4. 1977 നിയമിതമായ അശോക് മെഹ്ത കമ്മിറ്റി എന്തൊക്കെയാണ്? നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കുവാൻ ശുപാർശ ചെയ്തു. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ഉണ്ട്. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജ്ഞാനേഷ് കുമാർ. 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ് വൺ, പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഏതൊക്കെയാണവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം ആണ് വരുന്നത്. അതായത് പ്രകൃതി നീതി തത്വം ഉറപ്പാക്കുന്നത് ഏതൊക്കെയാണ്? നിയമത്തിന് മുന്നിലുള്ള തുല്യതയും അതുപോലെ തന്നെ ന്യായവാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവവും. നിയമത്തിന് മുന്നിലുള്ള തുല്യതയും ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിന്റെ അഭാവമാണ് പ്രകൃതി നീതിയുടെ തത്വം എന്ന് പറയുന്നത്. അടുത്തത്, ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഈ പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കുന്നു. ഏതൊക്കെയാണവ? ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം ആണ്. ക്ഷേമരാഷ്ട്രം പലപ്പോഴും എല്ലാവർക്കും കുറഞ്ഞ ജീവന നിലവാരം ഉറപ്പാക്കുക, സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുക എന്നിവയെല്ലാം ഒരു മാർഗമായി കാണുന്നു. ക്ഷേമരാഷ്ട്രം എപ്പോഴും എല്ലാവർക്കും കുറഞ്ഞ ജീവന നിലവാരം ഉറപ്പാക്കുന്നു, സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യത്തെ ശുപാർശ നൽകിയത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭരണപരിഷ്കരണ കമ്മീഷൻ 1966. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 ആണ്. ഭരണത്തിൽ 3 പ്രധാന മാറ്റസാധ്യതകൾ ICT നൽകുന്നു. ഭരണത്തിൽ 3 പ്രധാന മാറ്റസാധ്യതകൾ ICT നൽകുന്നു. അത് ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം 3ഉം ആണ്. ഓട്ടോമേഷൻ, ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം. ICT, ഓട്ടോമേഷൻ, ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം എന്നിവയാണ് 3 മാറ്റസാധ്യതകൾ ICT കൊടുക്കുന്നത്. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം. പാർലമെന്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും. റിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കാം. ചോദ്യം ഒന്നുകൂടി, എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഏതൊക്കെ ഉൾപ്പെടുന്നു? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് പാർലമെന്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നിവയാണ് എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ വരിക. അടുത്തത്, NFHS ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ഏതാണ്? NFHS ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമായുള്ള നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് IIPS. NFHS ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ
നോഡൽ ഏജൻസികൾ ഏതൊക്കെയാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. ക്വസ്റ്റ്യൻ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 to 14 വയസ്സ് എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മൂത്രമാണ് ശരി, 1 3 ശരി. ആർട്ടിക്കിൾ 21A ചേർക്കൽ വന്നു. ആർട്ടിക്കിൾ 45 ഭേദഗതിയുമായി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 to 14 വയസ്സ് ഏതൊക്കെ രീതിയിലാണ് വന്നേക്കുന്നത്? രണ്ടും നമുക്കറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 21A ചേർത്തു. അപ്രകാരം 6 to 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധ വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വന്നു. പിന്നീട് 86 ഭരണഘടനാ ഭേദഗതി വഴി നമുക്കിത് കൊടുക്കണം. 86 ഭരണഘടനാ ഭേദഗതിയും ആർട്ടിക്കിൾ 21A സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവതരിപ്പിക്കുന്നത്. 86 ഭേദഗതി പറയുമ്പോൾ ഏതൊക്കെയാ വരിക? 2002 ഡിസംബർ 12 86 ഭേദഗതി ഉണ്ടാവുക. 2002 ഡിസംബർ 12 86 ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അതിലാണ് വരുന്നത് 21A അതിലേക്ക് വരികയാണ് ചെയ്യുക. മൗലിക അവകാശമായിട്ട് 21A ആണ് അതിൽ കൂട്ടിച്ചേർക്കുക. 86 ഭേദഗതി അനുസരിച്ചിട്ടാണ് 21A എന്ന് പറയുന്ന ആ മൗലിക അവകാശം കൂട്ടിച്ചേർക്കപ്പെട്ടു. അതനുസരിച്ചിട്ട് 6 to 14 വയസ്സിനുള്ളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. 86 ഭേദഗതി പ്രകാരം 45 ഭേദഗതിയായിട്ടുണ്ട്. നമുക്കിവിടെ 2 എഴുതിയാൽ മതി, 1 3 മാത്രം ആൻസർ കേട്ടോ. 21 86 എഴുതുക. 86 പ്രകാരമാണ് 45 കൂടി ഭേദഗതി ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവണ്ട. അവിടെ 86 ഭേദഗതി പ്രകാരമാണ് 45 ഭേദഗതി ചെയ്ത് വെച്ചേക്കുന്നത്. അതും 6 വയസ്സിന് താഴെ. അതെന്ന് പറയുമ്പോൾ 45 എന്ന് പറയുമ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും കൊടുക്കുന്നതാണ് 45 എന്ന് പറയുന്നത്. ഓക്കെ, 45 എന്ന് പറയുമ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥ കൊടുക്കുന്നതാണ് 45. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ 1 3 വരുന്നുള്ളൂ. ആർട്ടിക്കിൾ 21A ചേർക്കലും 86 ഭരണഘടനാ ഭേദഗതി ചേർക്കലുമാണ് ഈ സൗജന്യ നിർബന്ധിതം എന്നുള്ള സംഭവം വരിക. 6 to 14. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ കയറും അതുപോലെ തന്നെ ഓപ്ഷൻ എ ആണ്. കയർ ആൻഡ് കശുവണ്ടിയും കൈത്തറിയും പരമ്പരാഗത വ്യവസായം ഉൾപ്പെടുന്നവയാണ് കയറും കശുവണ്ടിയും കൈത്തറിയും. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റലാണത്. പുതിയ കേരള മോഡൽ പഴയ മോഡൽ വ്യത്യസ്തമാകുന്ന എന്താണ്? ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റലാണത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്താണ്? MGNREGA. ആൻസർ ഓപ്ഷൻ എ ആണ്. 2005 ഓഗസ്റ്റ് 23, 2005 സെപ്റ്റംബർ 5 MGNREGA. ഓക്കെ, നെക്സ്റ്റ് വൺ, ഉച്ചഭാഷയുടെ ഉപയോഗം സംബന്ധിച്ച് 2000 ശബ്ദ മലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. 1 2 4 1 3 4 ശരിയാണ്. 1 3 4 ഉച്ചഭാഷകൾ എപ്പോഴൊക്കെ പ്രയോഗിക്കാം? 2000 ശബ്ദ മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുസരിച്ചിട്ട് ഉച്ചഭാഷകൾ എപ്പോഴൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും? രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ ഉച്ചഭാഷണം രാത്രിയിൽ പ്രയോഗിക്കാൻ പാടില്ല. അടുത്തത്, വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക്
അർദ്ധരാത്രി വരെ ഉപയോഗിക്കാം. നീട്ടാൻ സംസ്ഥാന സർക്കാരിന് അനുവദിക്കുകയും ചെയ്യാം. അർദ്ധരാത്രി മീൻസ് 12 വരെ അല്ലെ. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. ഓക്കെ, ആൻസർ നെക്സ്റ്റ് വൺ. സമാധാനത്തോടെ നോബൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറഞ്ഞ പ്രസ്താവന ഏതാണ് ശരി? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നത് സംബന്ധിച്ച് നിയമങ്ങളും പ്രക്രിയകളും എന്തൊക്കെയാവാം? സമാധാന നോബൽ പ്രൈസ് കൊടുക്കാൻ എന്തൊക്കെ നിയമങ്ങളും പ്രക്രിയകളുമാണ് ഇവിടെ അനുവർത്തിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. 1, 2, 4 എന്തൊക്കെയാവാം? നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. സമാധാന നോബൽ സമ്മാനം കൊടുക്കാൻ എന്തൊക്കെ നിയമങ്ങളാണ് വെക്കേണ്ടതെന്നുള്ളതാണ്. 1, നോർവീജിയൻ പാർലമെന്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുക. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം കൊടുക്കുക. പിന്നുള്ളത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തെരഞ്ഞെടുക്കും. ഓക്കെ, താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ സാധാരണമായ സങ്കീർണത എന്താണ്? 5ാം പനി മൂലമുണ്ടാകുന്ന സങ്കീർണത ഏതാണ്? ആൻസർ ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുക? മാൻഡാക്സ്. ക്ഷയരോഗം സ്ഥിരീകരിക്കുന്ന ഏത് പരിശോധനയിലൂടെയാണ്? മാൻഡാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാൻഡാക്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ക്ഷയരോഗത്തിന്റെ ഉണ്ട്. ക്ഷയരോഗത്തിന്റെ പല ടെസ്റ്റുകൾ പലതുണ്ട്. ഇതൊന്നും ഇവിടെ മാൻഡാക്സ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ബാക്കി ഏതൊക്കെ ടെസ്റ്റുകൾ ക്ഷയരോഗത്തിനുണ്ട്? ഡോട്ട് ടെസ്റ്റ് ഉണ്ട്. ഡോട്ട് ടെസ്റ്റും ഇതിന്റെയാണ്, ക്ഷയരോഗത്തിന്റെയാണ്. ഡോട്ട് ടെസ്റ്റ് ഉണ്ട്. TSP ടെസ്റ്റ് ഉണ്ട്, അതും ക്ഷയരോഗത്തിന്റെയാണ്. ഓക്കെ, അതുപോലെ ഇത് 3 ഡോട്ട്, മറ്റൊന്നും കൂടി ഡൈൻ ടെസ്റ്റ് 3. ഡോട്ട്, TSP, ഡൈന്, മാൻഡാക്സ് ഇത് 3 ക്ഷയരോഗത്തിനെ സ്ഥിരീകരിക്കുന്ന ടെസ്റ്റുകളാണ്. അതിനകത്ത് ഇവിടെ സ്ഥിരീകരിക്കുന്നത് മാൻഡാക്സ്. BCG നമുക്കറിയാം, ബാസിലസ് എന്നുള്ള സംഭവം. BCG ക്ഷയരോഗത്തിന്റെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് അല്ലെ. ഓക്കെ, അടുത്തത് മനുഷ്യരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 126 ആണ് അനുബന്ധ അസ്ഥികൾ അല്ലെ. മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ് ആകെ അസ്ഥികളുടെ എണ്ണം. അനുബന്ധ അസ്ഥികൾ 206. ബാക്കി എന്താണ്? അച്ചാസ്ഥികൂട് എന്ന് പറയുന്ന ബാക്കിയുള്ളത് 80 അല്ലെ. 126 അനുബന്ധ അസ്ഥികളാണെങ്കിൽ ബാക്കി 80 അച്ചാസ്ഥികൂടം എന്ന് പറയും, അതായിരിക്കും. ടോട്ടൽ അങ്ങനെയാണ് 206 വരിക. അടുത്തത് വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ് വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം. ജീവകം D ആണ് വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം വരുന്നത്. അത് താഴെ പറയുന്നവയിൽ അർബുദ രോഗലക്ഷണം അല്ലാത്തത് ഏതാണ്? അർബുദ രോഗലക്ഷണം അല്ലാത്തത് ഏതാണ്? വേഗത്തിൽ ശരീരഭാരം കൂടുക എന്നുള്ളതാണ് അർബുദ രോഗലക്ഷണം, ക്യാൻസർ ലക്ഷണം അല്ലാത്തത്. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ.
കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30 കിലോഗ്രാം പിണ്ഡമുള്ളൊരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ളൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം F ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, F. നെക്സ്റ്റ് വൺ, ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഒരു സ്പിൻ ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പിൻ ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി, 6 ന്യൂട്ടൺ. 6 ന്യൂട്ടൺ. അടുത്തത്, ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? 100ാം വിക്ഷേപണം അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, NVS-02. NVS-02. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാണ്? അലൂമിനിയം. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമേനിയം? 3276ന്റെ ഐസോട്ടോൺ ഏതാണ്? G7632ന്റെ ഐസോട്ടോൺ ഏതാണ്? SE3478. SE3478. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ല? ആൽക്കലോയിഡിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 4ഉം ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നെക്സ്റ്റ് വൺ, 2024 രസത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. നെക്സ്റ്റ് വൺ, കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കഥകളി. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ജെമീമ റോഡ്രിഗസ്. ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? 1ഉം 2ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം ഏതാണ്? 1969. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണ് ഈ വരികൾ രചയിതാവ്? ആൻസർ ഓപ്ഷൻ സി, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? നവംബർ 23, 2005. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ആൻസർ 2005 നവംബർ 1. ഓപ്ഷൻ എ, 2005 നവംബർ 1. താഴെ പറഞ്ഞതിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-വിന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇവർ നൽകുന്നു. ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ടെക്സ്റ്റ്, ഇമേജുകൾ, ആനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ സി, ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. ഇൻപുട്ടും കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട് എന്നിവ ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ID സ്വീകരിക്കുന്നു. പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു. പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നു.
ലഘുവല്ലെങ്കിൽ ലഘുമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക XYZ എന്നിവ തിരിച്ചറിയുക. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആൻസർ പ്രകാരം നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ്. എക്സ് ലാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നുള്ളത്, ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിന്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ. നെക്സ്റ്റ് വൺ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിന്റെ പ്രമാണ സാധ്യത എത്ര കാലത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ ബി 5 വർഷം. ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിലുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം ഏതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിലുള്ള ആണാണോ പെണ്ണാണോ അല്ല അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഈ അവകാശം നൽകുന്ന നിയമത്തിന്റെ വ്യവസ്ഥകളാണ്. നെക്സ്റ്റ് വൺ, കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി, സ്ഥാനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം. സ്ഥാനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തമാണ്. അടുത്തത്, സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്നത് പ്രാദേശിക അതോറിറ്റിയിലോ പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വകുപ്പ് 14 ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം സബ്ടൈറ്റിൽ ഉപഖണ്ഡം ബി. 14 വകുപ്പ് 14 ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം ബി എന്നിവയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 323 ആണ് വരിക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വരിക അല്ലെ, ആർട്ടിക്കിൾ 323. അടുത്തത്, ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 20,480 അല്ലെ രൂപയ്ക്ക് 6.25% വാർഷിക പലിശ നിരക്കിൽ 2 വർഷം 23 ദിവസത്തേക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ജോലിയുടെ 1/4 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വൈന് 40% ജോലി 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും ഇസഡിന് ജോലിയുടെ 13 അല്ലെങ്കിൽ 1/3 ഭാഗം 13 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും കഴിയും. ആരാണ് ആദ്യം ജോലി പൂർത്തിയാക്കുക? ആൻസർ ഓപ്ഷൻ സി, ഇസഡ്. നെക്സ്റ്റ് വൺ, എക്സ് വൈയുടെ 80% ആണെങ്കിൽ 2xന്റെ എത്ര ശതമാനമാണ് y എന്നത്? ആൻസർ ഓപ്ഷൻ ബി, 62.5%. 110 മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ 120 മാമ്പഴങ്ങളുടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്രയാണ്? ആൻസർ 9ഉം 1.11%. ഓക്കെ. ഓപ്ഷൻ എ, 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 9. 3:24 5 എത്രയാണ്? 3:24 5 എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 120. നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാൻ കഴിയില്ല ഏത്? നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാൻ കഴിയാത്ത ദിവസം ഏതാണ്?
ചൊവ്വാഴ്ചയാണെന്ന്. ചൊവ്വാഴ്ച. ഒരു ക്ലോക്ക് 11:25 കാണിക്കുന്നുവെങ്കിൽ അതിന്റെ കണ്ണാടി പ്രതിബിംബം എത്തായിരിക്കും. ആൻസർ ഓപ്ഷൻ എ 12:35. ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക. 3, 8, 15, 24, 34, 48, 63. തെറ്റായ ശ്രേണി അല്ലെ. ആൻസർ ഓപ്ഷൻ സി 34. OX എന്നത് 39 കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയൺ എന്നത് കോഡ് നമ്പർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 50 ആയിരിക്കും. ഓപ്ഷൻ ഡി 50 ആയിരിക്കും. ഇംഗ്ലീഷ്. Change the following sentence from the activity passage. Choose one answer from the given option. Rash driving causes many accidents. പാസീവ് വോയിസിലേക്ക് ആക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. Many accidents are caused by rash driving. Fill in the blanks with the correct tense form of the verb given in bracket. If you had gone to the first, you dash to see the magic show. ഏബിൾ എന്നതിന്റെ ശരിയായ കറക്റ്റ് ടെൻസ് ഫോം ആണ് നമ്മൾ ഇവിടെ എഴുതി വെക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വുഡ് ഹാവ് ബീൻ ഏബിൾ. യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സീ ദ മാജിക് ഷോ എന്ന് വരുന്നു. നെക്സ്റ്റ് വൺ. ഹി വാസ് ട്രൈങ് ടു കൺവിൻസ് ഹർ ബട്ട് ഇറ്റ് വാസ് പോയിന്റ്ലെസ്. The above sentence underline the words can be replaced with the idiomatic expression. It's appropriate to idiom from the list given. That is trying to convince her but it was pointless എന്നതിന്റെ ഒരു ഇഡിയം താഴെയുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. Beating a dead horse. Beating a dead horse. Next one. Change the following sentence into report page. Do you expect a large crowd for the meeting? The manager asked me. റിപ്പോർട്ട് ചെയ്യണം. ആൻസർ ഓപ്ഷൻ സി ആണ്. The manager asked me if I expected a large crowd for the meeting. Next, fill up suitably. The place is infested dash rats. Positions വെച്ചിട്ട് ചെയ്യുക. With. The place is infested with rats. ശീകരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഭീഷ്മർ. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? ഓപ്ഷൻ അനാച്ഛാദനം. കടലാഴ എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, ആവർത്തന ചോദ്യങ്ങളാണ്. സ്വാശ്രയത്വം എന്നതിന്റെ വിപരീതം എന്താണ്? സ്വാശ്രയത്വം. പരാശ്രയം. ഓപ്പോസിറ്റ് പരാശ്രയം. നെക്സ്റ്റ് വൺ. ആഗ്നേയ എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ആൻസർ അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടളം എന്ന പദം തിരിച്ചെഴുതുക. വിൻഡ്ലസ് സ്ഥലം, അത് ക്വസ്റ്റ്യൻ ആണ്. ശോനം, ശേനം, ശേനം, ശശാദനം എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി പരുന്ത്. മകളുടെ മകൻ എന്ന ഒറ്റപ്പദം അറിയില്ല. ഓപ്ഷൻ ബി ദൗഹിത്രൻ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാം. റീച്ച് കിട്ടാനുള്ള കുറച്ച് മൊബൈൽ ഹാങ് ആണ്, കുറച്ച് റീച്ച് പ്രശ്നമുണ്ട്. കഴിവതും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് എത്തിയാൽ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.